ഇവിടെ ഞങ്ങളോട് ചേട്ടൻ ബുക്കും ക്യാമറയായിട്ട് കാണിക്കാൻ പറ്റുക. നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. കാടാണ് മൊത്തം കാടിക്ക് പേരയ്ക്കാൻ പറ്റും. ഇപ്പം ശ്രദ്ധയുണ്ട്. നമുക്ക് ജനൽ ബുക്ക് കാണിക്കാം. ജനൽ ബുക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ജനൽ ബുക്ക് ആദ്യം കപ്പ് നമ്മൾ തിണ്ടിക്കുന്നതാണ്. ആദ്യമേ കുറച്ച് നെയിം ഒക്കെ എഴുതിയിട്ടുണ്ട്. 2026 കുറച്ച് അധികമായിട്ട് കളികളുണ്ട്. പിന്നെ ഇതും എഴുതിയിട്ടുണ്ട്. സ്റ്റിക്കറുണ്ട്, കമാൻഡ്സ് ഒത്തിരി ഉണ്ട്. ഇതാണ് ഒരു 10 പേജെങ്കിലും ഇത് ചെയ്യും. ലൈവ് ചെയ്തുന്നു, അതുകൊണ്ട് ലൈവൊക്കെ ചെയ്തായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷെ ഞാൻ വന്നില്ലായിരുന്നു, അതും കൂടെ എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇടാൻ താമസിച്ചു പോയി. പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യമേ ഞങ്ങൾ സോറി പറയുന്നു. നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ് ക്രിസ്മസും കഴിഞ്ഞു. അതായത് നമ്മൾ ക്രിസ്മസ് ഞാനൊരു 10 പേജെങ്കിലും ചെയ്യും. ഓക്കെ അല്ലേ? കഴിഞ്ഞൊരു 10 പേജ് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ഒട്ടിച്ച് വെച്ച് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ സാസുടീസ് തരും. ഈ മഞ്ഞ പിങ്ക് വേണോ, ഗ്രീൻ വേണോ, മഞ്ഞ വേണോ? സാസു ചേച്ചി പറയുവേ ഏത് വേണം. തീർന്നു. അത് ഇത് തീർന്നില്ല, ഇത് പുത്തനല്ല, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തില്ല. നമ്മുടെ ഫസ്റ്റ് ചെയ്യുന്നത് ഏത് കളർ വേണം ഫസ്റ്റിന്? എല്ലാം എടുക്കാം. ഞാൻ ചെയ്യുന്നൊരു 10 പേജെങ്കിലും. അപ്പം ഇതും കൊണ്ട് വിടും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ആദ്യം ക്രിസ്മസ് ആണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഇനി നമുക്ക് ഇതൊട്ടിക്കാം. ഇച്ചിരി എടുക്കുന്നുള്ളല്ലേ. നമ്മുടെ കർത്തിക എന്തിയേ? കർത്തിക വെട്ടിയാണ്. വെട്ടി എങ്ങനെയൊക്കെ വെട്ടിയാൽ മതി. കുറച്ചെല്ലൊക്കെ പറയുവാണ് നമ്മുടെ ഊഴാനെ കാണുന്നതൊക്കെ ഇതൊക്കെ പോയി. ഇതൊക്കെ അയച്ചു ഊഴാന് കാണാൻ പറ്റും. ഇപ്പോഴും നമ്മളധികം പറഞ്ഞ ഞാൻ ക്യാമറ നേടിയിരിക്കുക. ക്യാമറ സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഞാൻ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുക. അതേ ഡ്രസ്സെല്ലാം ഉണ്ടാക്കിയ. ഇനി നമുക്ക് ഇത് പിങ്കാണ്. ഇതാണ് ഉണ്ടാക്കിയത്. നമ്മൾ കുറേ ചാനലിപ്പോൾ കണ്ടു വരുന്നതായിരിക്കും. ഇപ്പം ചേട്ടനായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ പേര് അല്ല ശ്രദ്ധ. അതെ, ഇപ്പൊ ചാനൽ തുടങ്ങാത്തെന്ന് പറയട്ടെ. എനിക്ക് മോശമായിട്ടുള്ളൊരു കമൻസ് ഒക്കെ വരുന്നുണ്ട്. ഡിലീറ്റ് ആക്കി കളഞ്ഞു. പേര് മാറ്റി കേട്ടോ. അതെ, അപ്പം അത് ഷെയിം. ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇഷ്ടപ്പെട്ടതാണ്. ഫ്ലവറിൻ്റെ എടുക്കണോ? എന്തെടുക്കണം?
ഒട്ടിക്കോ. ഓക്കെ, നമ്മളെ സ്റ്റിക്കേഴ്സാണ്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സിന് ഇതിൻ്റെ ഒരു ചെറിയ അത്യാവശ്യമുണ്ട്. കഴിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു അത്യാവശ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതില്ലായിരുന്നു. നമ്മൾ എഴുതിയൊരു സംഭവം വേണം. അതുകൊണ്ട് ഇച്ചിറ എടുക്കുവാണേ. ഇതിൻ്റെ ഇതൊക്കെ ചെയ്തൊക്കെയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടി കുക്കീസ് പൊടുത്തിയത് കുട്ടിക്കാൻ പറ്റിയൊരു ക്ലിപ്സ് ഒക്കെ നമ്മുടെ പിന്നെ കുറച്ച് കാര്യം നമ്മൾ ക്യാമറമാൻ ആരാണ്? ക്യാമറ 2 ഇതൊക്കെ വരച്ച ചിത്രങ്ങളാണ്. ഉൾപ്പെടുക്കാനെ പോലെ ഇങ്ങനെ വിചാരിക്കും. മോശമായിട്ടുള്ള കാണിച്ചു എന്നിട്ട് ഞങ്ങൾ സഹിച്ചിട്ടും ചെയ്ത് എന്തോന്നറിയാം. നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല, അതാണ് നമ്മുടെ പ്രശ്നം. അതെ, അത് ഏറ്റവും വലിയ പ്രശ്നം. എടുക്കട്ടെ, ഇതിൻ്റെ അളവ് തട്ടിപ്പറിച്ച് കുട്ടി ഗൈസ് എന്താന്ന് വെച്ചാലേ എന്തുവാ ഇതങ്ങോട്ട് അടങ്ങിയിരിക്കത്തില്ല. ഇനി നമ്മുടെ കുട്ടനെന്തി ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എഴുതാം. എഴുതാൻ ക്യാമറ പിടിച്ചോ. ക്യാമറ സാസുൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരെഴുതുവാണ്. പിന്നെ കുറേ ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇഷ്ടം പോലെ ചിലപ്പോൾ 10 കൂടുതലും ഒക്കെ ഞങ്ങൾ ചെയ്യും കേട്ടോ. ഇവിടുത്തെ എഴുതണ്ട, അവിടെ അല്ലേ, ഇവിടെ താഴെ എഴുതും. അവിടെ വേറെ സംഭവം എഴുതണം. അല്ല, ഫ്രണ്ട്സിൻ്റെ പേര് എഴുതും. ഫ്രണ്ട് FIRD. My friends name is കേട്ടോ. അലോഹ. ഇത് ഫ്രണ്ടിൻ്റെ അലോഹ. അപ്പം സഫിൻ്റെ ഫ്രണ്ട് അനോഹയാണ്. ഓക്കെ, അനോഹയല്ലേ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഈ സഫിൻ്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടി ഞാൻ ഇടാം. സഫിൻ്റെ സൈഡിട്ട് ഇനി ഞാൻ ഇവിടെ എന്തോ എഴുതാന്ന് പറയാമെന്ന് ശ്രദ്ധയുടെ കുറച്ച് കളികളായിട്ട് my friend FI
ഫ്രണ്ട് കുറെ പേരുണ്ടേ. അപ്പൊ ഇത്ര പോരെ? അല്ല കുറെ ചെയ്യാനുണ്ട് സാസ്. ഇവിടെ ചെയ്യാൻ സാസ് കുറെ ദിവസം കൊണ്ട് ചെയ്യാതിരിക്കുമല്ലേ. അത്ര മതി. നമുക്ക് പിന്നെ ചെയ്യാം ഇതൊക്കെ. പിന്നെ കുറെ ചെയ്യാനുണ്ട്. കുറെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോകണം. അതുകൊണ്ടാണ് ഇവിടെ ക്യാമറയുടെ കാര്യമൊക്കെ പറയാനൊക്കെ ഒന്നും പറയില്ല, പറയാനില്ല. നമ്മളപ്പോൾ ഈ പെണ്ണിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. അപ്പോൾ ക്യാമറ കാണില്ല, ക്യാമറ കാണിച്ചു കുറച്ച് പറയുള്ളൂ. കുറേ ജനറൽ 10 ഇഷ്ടപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. നമുക്ക് ചെയ്യാനുണ്ട്. ഇത്ര പേജ് കൂടെ ഉള്ളു നമുക്ക് ചെയ്യാൻ. നമുക്കിനി ഇതൊക്കെ കീറിയെടുക്കാം. നമുക്കിനി ഇത്രയും പേജും കൂടി ചെയ്യാനുണ്ട്. കുറേ പേജ്. അത് പക്ഷേ അവരിങ്ങനെ കൊടുക്കുന്നേ, അത് അവരങ്ങനെ കൊടുക്കുന്ന പക്ഷയാണ്. അസുരറിയത്തില്ലേ? പക്ഷെ ഇതിനകത്ത് എല്ലാവർക്കും കുറച്ച് ടേബിൾസ് നമുക്ക് ഇത് കീറെടുക്കാം. പേപ്പറില്ലാതെ എടുത്തു. ഞാൻ പേപ്പറില്ലാതെ സ്റ്റിക്കർ എടുത്തു. അപ്പൊ 3 പേപ്പറാണ്. ഡേറ്റ് കഴിഞ്ഞാൽ വല്ലതും മേക്കപ്പ് സെറ്റ് വല്ലതും ഉണ്ടോ? ഡേറ്റ് കഴിഞ്ഞ മേക്കപ്പ് സെറ്റോ കളറോ എല്ലാം ഉണ്ടോ? ഡേറ്റ് കഴിഞ്ഞു. കൊല്ലം മുഖത്തല്ല നടുവിലക്കരയിൽ മധ്യവയസ്കൻ ബന്ധുവരിച്ചു. കാവനാട് കന്നിമേശ്ശേരി സ്വദേശി ദയാനിധിയാണ് മരിച്ചത്. പുരയിടത്തിൽ തീയിട്ട് റാവണിൽ പടരുകയായിരുന്നു. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ വിദ്യുത് സുധാകരൻ ചേരുകയാണ്. ഏറ്റവും ദാരുണമായ ഒരു മരണം. അതേപോലെ വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഞാൻ ആ സംഭവ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതായത് ഈ കാണുന്ന പറമ്പ്, ഈ പറമ്പിൽ തീപിടുത്തം ഉണ്ടായതാണ് ഈ വീട് ആണ്. ഈ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള വീടാണ്, വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതിനോട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ പറമ്പ് ഉള്ളത്. അവിടെ ഈ അദ്ദേഹത്തിന്റെ തീയിടുകയായിരുന്നു. അതായത് അവരുടെ കനിവയിൽ സ്വദേശിയായിട്ടുള്ള ദയാനിധി
തീരുകയായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ പടർന്ന് തീരുകയായിരുന്നു. ആദ്യം കത്തി അതിലൊരു ഫയറ്റിംഗ് ഏരിയ ദയാനിധി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ അടുത്തുള്ള ആളുകളെ ഫയർഫോഴ്സ് ഈ കാണുന്ന വിധത്തിൽ കത്തിത്തീർന്നത്. അതിനിടയിൽ ഈ തീ അടയ്ക്കാനായിട്ടുള്ള ശ്രമം ദയാനിധി നടത്തിയിരുന്നു. ഈ അടുത്ത് തന്നെ വെള്ളപ്പൊതുവിനെ അതിന്റെ പാത്രമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിനിടയിൽ ദയാനിധി ഈ കാണുന്ന ഹലോ ഗായ്സ്, ഒരുപാട് ഒരു മേക്കപ്പ് സെറ്റോ വല്ല കളറോ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ചുമ്മാ ഡേറ്റ് കഴിഞ്ഞ വല്ല ഉണ്ടോ? അല്ലെങ്കിൽ തരാം. അസതെടുത്ത് അപ്പൊ എത്ര മതി സൂപ്പർ. ഇനി രണ്ട് ഞാൻ ചെയ്തില്ല. സ്റ്റാർസിന്റെയോ സ്റ്റാർസിന്റെ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ഈ തീ പെട്ടെന്ന് ആളി മറ്റൊരു പറമ്പിലേക്കും പർവ്വതത്തിലേക്കൊക്കെ പടർന്നത്. അതുകൊണ്ട് പേടിച്ച് ഫയർഫോഴ്സിനെ ദയാനിധി വിളിച്ചു. അതിനിടയിൽ അതായത് ഫയർഫോഴ്സ് എത്തുന്ന സമയത്തിനിടയിൽ എപ്പോഴോ ദയാനിധി ആ ഭാഗത്തേക്ക് അതായത് തീ പിടിച്ച ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റു. ഉടലേക്കാണ് മരണം സംഭവിച്ചത്. നാട്ടുകാർ ഫയർഫോഴ്സൊക്കെ എത്തുമ്പോൾ ഈ തീയുടെ അവകാശത്തിനുള്ള വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത്രയ്ക്ക് നമ്മൾ കുറെ ചെയ്തല്ലേ, കണ്ടോ? പ്രതിഭങ്ങൾ വന്ന് അതിന് ചേച്ചിയുടെ കയ്യിൽ ജേണൽ ബുക്ക് ഉണ്ട്. അപ്പൊ ഹസിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കാണത്തില്ല. ഞാൻ ടൂറ് പോവാ സ്കൂളിൽ നിന്ന്. ഇത് ഓഫാക്കി.